തദ്ദേശ സ്ഥാപനങ്ങളുടെ വയോജന ഫണ്ട് 20% ഉയർത്തണമെന്ന് സീനിയർ സിറ്റിസൺസ് അസോസിയേഷൻ ഓഫ് കേരള ആവശ്യപ്പെട്ടു. കൊല്ലം ജില്ലാ വാർഷിക പൊതുയോഗമാണ് ആവശ്യമുന്നയിച്ചത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള വയോജന ഫണ്ട് 5% നിന്നും 20% ഉയർത്തണമെന്നാണ് FOSCAK കൊല്ലം ജില്ലാ കമ്മിറ്റി വാർഷിക പൊതുയോഗം ആവശ്യപ്പെട്ടത്. തേവള്ളി ഓലയിൽ സീനിയർ സിറ്റിസൺ ഭവനിലാണ് വാർഷിക പൊതുയോഗം നടത്തിയത്. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജേക്കബ് കെ ജോൺ ഉദ്ഘാടനം ചെയ്തു. വയോജനങ്ങൾ നേരിടുന്ന കഷ്ടപ്പാടുകളെ കുറിച്ചൊരു പരാതി ലഭിച്ചാൽ കേന്ദ്ര നിയമം പറയുന്നത് 2007 നിയമവും 2009 ചട്ടങ്ങൾ പറയുന്നത് 90 ദിവസത്തിനുള്ളിൽ ആ കേസ് വാദം കേട്ട് തീർക്കുക. കഷ്ടമെന്ന് പറയട്ടെ, ഒരൊറ്റ കേസ് പോലും ഈ സ്റ്റിപ്പുലേറ്റഡ് ടൈമിനുള്ളിൽ വാദം കേട്ട് തീർപ്പ് കൽപ്പിച്ച ചരിത്രം ഈ കേരളത്തിലില്ല. നമ്മുടെ മന്ത്രിയുടെ മുഖം വെച്ചിരുന്ന് വാങ്ങി നിറം. അതുകൊണ്ട് ഞങ്ങൾക്ക് പ്രത്യേകം കോടതി വേണം. കുട്ടികളുടെ വിചാരണ ചെയ്യാനുള്ള ജില്ലയിൽ കോടതിയുണ്ടല്ലോ. ഒരു കോടതി ഒരു ജില്ലയ്ക്ക് വേണം. വേണമെങ്കിൽ റിട്ടയർഡ് ജസ്റ്റിസുമാരുടെ സേവനം പ്രയോജനപ്പെടുത്താം. അതിലൊന്നും നമുക്ക് എതിർപ്പില്ല. പക്ഷെ വണ്ടി ഒരു ജില്ലയിൽ വയോജനങ്ങളുടെ കേസ് കേൾക്കാനും ആ കാര്യങ്ങൾ തീർപ്പ് കൽപ്പിക്കാനും ഒരു കോടതി ഉണ്ടാകും. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ആ 12 ആവശ്യങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ട് പറഞ്ഞത്. അത് കൊടുക്കുന്നതോടൊപ്പം തന്നെ ചെങ്ങന്നൂർ വെച്ച് ഇന്നത്തെ മുഖ്യമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA ജില്ലാ പ്രസിഡന്റ് കുടവട്ടൂർ വിശ്വൻ അധ്യക്ഷത വഹിച്ചു. ലതാങ്കൻ മരുത്തടി, ഭാവിസ് വിജയൻ, ഉദയഭാനു, PK വിജയനാഥ്, CV രാജു, സുമൻ ദാസ്, നസീം ബിബി, വിജയകുമാരി, U അനിൽകുമാർ, P ബാബു എന്നിവർ പങ്കെടുത്തു. അതിനൊരു മാർഗം കണ്ടുപിടിക്കണം. അത് യൂണിറ്റിലും വേണം. യൂണിറ്റിന്റെ സ്ഥിതി വളരെ പരിതാപകരമാണ്, സമ്പത്തില്ലാത്തതുകൊണ്ട്. അപ്പോൾ അവിടെ നമ്മൾ കൂട്ടായിട്ടൊരു ഏത് രീതിയിൽ നമുക്ക് ഈ സമ്പത്ത് സംഘടിപ്പിക്കാൻ പറ്റും. അങ്ങനെ ഒരു ഫണ്ട് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മുടെ ആൾക്കാർക്ക് ഇത് എൻ്റർടൈൻമെൻറ്റ് കൂടാക്കി അവർക്ക് സഹായവും ചെയ്ത് നമുക്ക് ഈ സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോകാം. സീനിയർ സിറ്റിസൺ അസോസിയേഷൻ്റെ കൊല്ലം ജില്ലാ കമ്മിറ്റി, കൊല്ലം ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഇന്നേ ദിവസം കൊല്ലം മയത്തിലുള്ള TM മാത്യു മെമ്മോറിയൽ ഹാളിൽ വെച്ച് കൂടുകയുണ്ടായി. ഏകദേശം 28 അംഗങ്ങൾ വിവിധ യൂണിറ്റുകളിൽ നിന്നും പങ്കെടുത്തു. കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിൻ്റെ നടന്ന കാര്യങ്ങൾ ഇവിടെ ചർച്ച ചെയ്തു. അത് ചർച്ച ചെയ്ത് അതിനെ പറ്റിയുള്ള അഭിപ്രായങ്ങളും യൂണിറ്റിൻ്റെ അഭിപ്രായങ്ങളും എല്ലാം ഇതേപോലെ വന്നു. പിന്നെ പുതിയ സംസ്ഥാന ഭാരവാഹികൾക്ക് അനുമോദിച്ചുകൊണ്ട് എല്ലാ യൂണിറ്റുകളും അഭിനന്ദനം നൽകിയിരിക്കുകയാണ്. അവർ സെക്രട്ടറി പ്രസിഡന്റ് വരുന്നതിന് മുമ്പ് ഞാൻ ആ യോഗത്തിൽ എത്താറുണ്ട്. കുരിപുള്ളിയായാലും ഞാനിപ്പോൾ എൻ്റെ പ്രിയ സുഹൃത്താണ്. അദ്ദേഹം പോലും അടുത്ത എൻ്റെ വലതുവശത്തിൽ കൊണ്ട് സെക്രട്ടറി പരവുകൊണ്ട് നല്ലത് പ്രവർത്തിക്കുന്ന പ്രസിഡന്റിനെ വിളിക്കാത്തതിന് എനിക്ക് ഒരു പരിഭവമില്ല. ന്യൂസ് ബ്യൂറോ, കൊല്ലം.